തവനൂരിലെ LDF സ്ഥാനാർത്ഥി ശ്രീ KT ജലീലാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണത്തിൻ്റെ തിരക്കിലാണ് അദ്ദേഹം. മണ്ഡലം കൈരേഖ പോലെ അറിയുന്നതാണ്. എങ്കിലും ഈ പ്രചരണം എങ്ങനെയാണ്? നല്ല നിലയിലാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാനിവിടെ ഉള്ളതുകൊണ്ട് തന്നെ പല വീടുകളിലും, നല്ലൊരു ശതമാനം വീടുകളിൽ ഞാൻ പല കാരണങ്ങൾ കൊണ്ട് അവിടെ ഈ 15 വർഷത്തിനിടയിൽ പോയിട്ടുണ്ടാകും. മരണം, വിവാഹം, മറ്റു ചടങ്ങുകൾ, ഇതിനൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും എനിക്ക് നേരിട്ട് തന്നെ അറിയാം. പിന്നെ ഒരുപാട് വികസന പദ്ധതികൾ ഇവിടെ നടപ്പിലായിട്ടുണ്ട്. ഇപ്പോൾ UDFകാർ ഇവിടെ നടന്നുകൊണ്ട് പറയുന്നത് ഇവിടെ വികസനമൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ റബ്ബറൈസ് ചെയ്ത റോഡിലൂടെ വന്നിട്ടാണ് അവർ വികസനം നടന്നിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് ഇപ്പോൾ ഈ പെരുമ്പറമ്പ് ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്. അവിടെയാണ് ഇപ്പോൾ 3 കോടി രൂപ സർക്കാർ ശബരിമലയുടെ ഇടത്താവളം എന്നുള്ള നിലയിൽ അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഒരുപാട് ഇൻറ്റീരിയർ റോഡുകൾ, ഉൾറോഡുകൾ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണ പദ്ധതി പ്രകാരം കോൺക്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ടാർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ഇത് എടപ്പാൾ പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ ആണ് ഗവൺമെൻറ് ITI പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ഈ താലൂക്കിലെ 2ാമത്തെ ഗവൺമെൻറ് ITI ആണ്. നമ്മളുടെ നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് ITI ആണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ തന്നെ ഒരു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം, ടർഫ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം കുട്ടികൾക്ക്. എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും പുതിയ കെട്ടിടങ്ങളായി. കോളേജ് തവനൂരിൽ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് 10 കോടി രൂപ ചെലവിട്ടുകൊണ്ടുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞു. അവിടെയാണ് ഇപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9 കോടി രൂപ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്കായി അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടിവെള്ളം എത്തിക്കുവാനുള്ള പദ്ധതി. ഇപ്പോൾ പല സ്ഥലങ്ങളിലും കുടിവെള്ളത്തിൻ്റെ പൈപ്പിട്ട ലൈനുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വലിയ ടാങ്ക് IDTRൻ്റെ കണ്ടനകത്ത് നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം, എല്ലാ വീട്ടിലെ കുട്ടികൾക്കും പഠിക്കാൻ സർക്കാർ സ്കൂളുകളിൽ മികച്ച സൗകര്യം, നമ്മളുടെ ആശുപത്രികളിൽ ആളുകൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ ചികിത്സിക്കാൻ മികച്ച രീതിയിൽ തന്നെ ആശുപത്രികളെ സംവിധാനിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു MLA എന്നുള്ള നിലയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ചെയ്യേണ്ടത്. അതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കൃതാർത്ഥതയോടുകൂടിയാണ് 4ാം തവണയും മത്സരിക്കുന്നത്. ഓരോ തവണ മത്സരിക്കുമ്പോഴും ആദ്യം മത്സരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കാനുണ്ടാവും. പക്ഷെ ഓരോ തവണ അത് പുനഃപരിശോധിക്കും ജനങ്ങൾ, അല്ലേ? അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ 4ാം തവണ മത്സരിക്കുമ്പോൾ നമ്മൾ മുമ്പ് കൊടുത്ത വാഗ്ദാനങ്ങൾ ഏതെങ്കിലും ഇനി പൂർത്തീകരിക്കാനുണ്ടോ? അല്ല, ഒളമ്പക്കടവ് പാലം, ഏതാണ്ട് 1 കിലോമീറ്റർ നീളമുള്ള കോൾനിലത്തിലൂടെയുള്ള പാലം, അതായിരുന്നു ഇവിടെയുള്ള ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത്. ആ പദ്ധതിയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 60-70% പ്രവൃത്തികൾ നടന്നു കഴിഞ്ഞു. 60 കോടിയോളം രൂപയാണ് അതിന് സർക്കാർ ചെലവിട്ടത്. കോലളമ്പിനെയും ആറഞ്ചേരിയെയും ബന്ധിപ്പിക്കുന്ന പാലമാണത്. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഒരു ടൗണിൻ്റെ കുറുകെയുള്ള മേൽപ്പാലം എടപ്പാളിൽ യാഥാർത്ഥ്യമാക്കി. അത് വന്നതുകൊണ്ട് എടപ്പാൾ നഗരത്തിൻ്റെ ശ്വാസം മുട്ടിക്കുന്ന ഗതാഗത കുരുക്ക് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാഷണൽ ഹൈവേ കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി, അത് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നതോടുകൂടി എടപ്പാളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ആ ഒരു ട്രാഫിക് കുരുക്ക് ഇല്ലാതെ, പൂർണ്ണമായിട്ടും ഇല്ലാതെയാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിലൊക്കെ തന്നെ എപ്പോഴും പറയുന്നത് കുടിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ എപ്പോഴും ശ്രമിച്ചിരുന്ന ഒന്നാണല്ലോ നമ്മുടെ ചമറവട്ടത്തെ ചോർച്ച അടയ്ക്കുന്നത്. പക്ഷെ അതിപ്പോഴും ഒന്നും ആവാത്തതിൻ്റെ ഒരു പ്രശ്നം അല്ല. അത് പിന്നെ അവിടെ നിങ്ങൾ പോയിട്ട് പിന്നെ അവിടെ പണി പൂർത്തിയായി. 29 കോടി രൂപയാണ് സർക്കാർ അതിന് വേണ്ടിയിട്ട് അനുവദിച്ചത്. സ്റ്റീൽ ഷീറ്റിൻ്റെ പൈലിംഗ് മുകൾ ഭാഗത്ത് 1 കിലോമീറ്റർ ദൂരത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. അത് നിങ്ങൾ നേരെ ചെന്ന് പിന്നെ നോക്കിയാൽ തന്നെ ഒരു 1/2 മീറ്റർ ഉയരത്തിൽ സ്റ്റീൽ ഷീറ്റുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണാം. അത് 9 മീറ്റർ നീളമുള്ള സ്റ്റീൽ ഷീറ്റുകളാണ്. ആ 9 മീറ്റർ 8.5 മീറ്ററും ഭൂമിക്കടിയിലേക്ക് അടിച്ച് താഴ്ത്തിയിരിക്കുകയാണ്. താഴ്ഭാഗത്താണെന്നുണ്ടെങ്കിൽ പകുതിയിലധികം സ്റ്റീൽ ഷീറ്റിൻ്റെ പൈലിംഗ് കഴിഞ്ഞു. മേൽഭാഗത്തുള്ള സ്റ്റീൽ ഷീറ്റ് പൈലിംഗ് കഴിഞ്ഞ് അവിടെ ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും അല്ല, ഈ പിന്നെ 1 മാസം കൊണ്ട് തന്നെ അടുത്ത ജൂൺ മാസത്തോട് കൂടിയിട്ട് നമുക്ക് പിന്നെ അത് പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടി കഴിയും. തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ
മറുവശത്ത് VS ജോയ് യുവാവാണ്, ആദ്യമായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, റിയൽ മലപ്പുറം സ്റ്റോറി തവണ തവനൂരിൽ നിന്നുണ്ടാകുന്നുള്ളതാണ്. എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതൊക്കെ മലപ്പുറം സ്റ്റോറി ഇപ്പോൾ തവനൂരിൽ ഉണ്ടാകേണ്ട കാര്യമില്ല. അത് എത്രയോ കാലങ്ങളായിട്ട് 1900 ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് പണ്ട് ഏറനാട് വള്ളുവനാട് താലൂക്കുകളായിരുന്നു. ആ ഏറനാട് വള്ളുവനാട് താലൂക്ക് ഉണ്ടായിരുന്ന കാലത്ത് തന്നെ മലപ്പുറം സ്റ്റോറി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ആളുകൾക്കറിയാം ആരൊക്കെ ഏതൊക്കെ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ചില ആളുകൾക്ക്, കോൺഗ്രസ്സുകാർക്ക് മുമ്പേ ഒരു അഭിപ്രായമുണ്ട്, ഗസയിൽ പിന്നെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഇറാനിൽ പിന്നെ ബോംബിടുമ്പോൾ നമ്മളെന്തിനാണ് പ്രതിഷേധിക്കുന്നത്, അത് നമ്മളുമായിട്ട് എന്താണ് പിന്നെ ബന്ധപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി ഇവിടെ നടത്തിയപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിലാണ് നടത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ്സിലൊരു ഗ്രൂപ്പേ നടത്തിയിട്ടുള്ളൂ. കോൺഗ്രസ്സിലെ ഔദ്യോഗിക വിങ് അന്ന് ആ റാലിയിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവരുടെ ഇരട്ടത്താപ്പ് എന്താണ് എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ യഥാർത്ഥ മലപ്പുറം സ്റ്റോറി എന്താണ്, ഇങ്ങനെ ഒരു സന്നിദ്ധ ഘട്ടത്തിൽ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്നുണ്ടെങ്കിൽ ലോകത്ത് എവിടെ ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നുണ്ടോ, ഇരയാക്കപ്പെടുന്നുണ്ടോ, അവരുടെ ഭാഗത്താണ് നിലകൊള്ളുക. അവരുടെ വേഷമോ ദേശമോ ഭാഷയോ ഒന്നും പ്രശ്നമല്ല. ഞങ്ങൾ ഇത് പ്രകടിപ്പിച്ചിട്ട് എന്താണ് കാര്യം എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാലത്തും ചിന്തിച്ചിട്ടില്ല. ഇതൊക്കെ മാനവികമായിട്ടുള്ള നമ്മളുടെ ചുമതലയാണ്, ധാർമ്മികതയാണ് നമ്മളുടെ. ലോകത്ത് എവിടെ മനുഷ്യൻ പ്രയാസപ്പെടുമ്പോഴും ആ പ്രയാസത്തിൻ്റെ കൂടെ നിൽക്കുക, അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നുള്ളത്, അതൊന്നും ഇവരാരും നടത്തിയിട്ടില്ല, ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല. ഒറ്റ ചോദ്യം കൂടി, അങ്ങ് ഇനി ഇല്ല എന്ന് പറഞ്ഞ് മാറിയപ്പോൾ വോട്ടർമാർ നിരാശപ്പെട്ടിട്ടുണ്ടായോ സ്വാഭാവികം? അപ്പോൾ വീണ്ടും വരുമ്പോൾ അവരെന്താ പറയുന്നത്, തീരുമാനം മാറ്റി? തീർച്ചയായിട്ടും അവർ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പാർട്ടി നമ്മളോട് നിർബന്ധപൂർവം പറഞ്ഞു മത്സരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടി 4 തവണ നമ്മളെ MLA ആക്കിയ, അല്ലെങ്കിൽ 1 തവണ മന്ത്രിയാക്കിയ പാർട്ടി നമ്മളോട് എന്തു പറഞ്ഞാലും, ഏതൊരു സന്നിദ്ധ ഘട്ടത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചാലും അത് നിവർത്തിക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ചുമതലയാണ്. ആ ചുമതലയാണ് ഞാൻ നിർവഹിച്ചത്. 4ാം തവണയും തവനൂരിൽ വിജയം ഉറപ്പാക്കിയാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണം പുരോഗമിക്കുന്നത്. അഖിലോട്ട് പറക്കപ്പം, CB അനുമോദ്, ന്യൂസ് 18.